ഞാനിപ്പോൾ 3:15 ആയപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 1 മിനിറ്റ്. സമയം എത്രയാടാ? 5:24. അപ്പം ഫ്രഷപ്പൊക്കെ ആയിട്ട് അമ്പലത്തിലേക്ക് കയറാൻ പോകുന്നു. ഇന്ത്യയുടെ ടെമ്പിൾ സിറ്റി, തമിഴ്നാടിൻ്റെ സാംസ്കാരിക തലസ്ഥാനം, ഒരു ക്ഷേത്രം കാരണം രൂപമെടുത്ത നഗരം മധുരൈ, ദ്രവീഡിയൻ ആർക്കിടെക്ചറിൻ്റെ സമ്പന്നമായ കലാസൃഷ്ടി. ഹായ് ഗായ്സ്, ഞാൻ ദർശനം കഴിച്ച് പുറത്തിറങ്ങി. ഭയങ്കര ആളായിരുന്നു. മധുരൈ മീനാക്ഷി ക്ഷേത്രം ഏകദേശം 2500 വർഷം പഴക്കമുള്ള ക്ഷേത്രം. ദ്രവീഡിയൻ ആർക്കിടെക്ചർ ശൈലിയിലുള്ള ചെറുതും വലുതുമായ 14 ഗോപുരങ്ങളുണ്ട് ക്ഷേത്രത്തിൽ. ഏറ്റവും ഉയരം കൂടിയ ഗോപുരത്തിന് 170 അടി നീളമുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര കോംപ്ലക്സുകളിൽ ഒന്നാണ് മധുരൈ മീനാക്ഷി അമ്മൻ ക്ഷേത്രം. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ മീനാക്ഷിയും സുന്ദരേശനുമാണ്, അതായത് ശിവനും പാർവതിയും. ஹாய் ஹாய் சொல்லு. ஹாய் ஹாய் சொல்லு. ஹாய் தான். ஹாய் சொல்லு. ஹாய் சொல்லுப்பா. என்ன பேரு? பேர் என்ன? சொல்லு. ஹாய் சொல்லுப்பா. ഇനി നമ്മൾ പോകാൻ പോകുന്നത് 1636 AD നിർമ്മിച്ച തിരുമലൈ നായക് മഹലിലേക്കാണ്. മധുരൈ നായക് രാജവംശത്തിലുള്ള തിരുമലൈ നായക്കാണ് ഈ മഹൽ നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഈ മഹലിന് തിരുമലൈ നായക് മഹൽ എന്ന പേരുള്ളത്. ഇൻഡോ ദ്രവീഡിയൻ, ഇസ്ലാമിക് എന്നീ ശൈലിയിലാണ് ഈ മഹലിൻ്റെ നിർമ്മാണം. ഈ സഭ നമുക്ക് മധുര എന്നിട്ട് ജിഗർദണ്ഡ കുടിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? സോ നമ്മൾ ജിഗർദണ്ഡ കടയിൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ റെഗുലർ ജിഗർദണ്ഡ എന്നാണ് പറഞ്ഞത്. ഒരെണ്ണം വെച്ചത്, കാരണം ടേസ്റ്റ് ഒന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാനും വയ്യാത്തതുകൊണ്ട് ഒരെണ്ണം പറഞ്ഞിട്ടുള്ളൂ. ജിഗർദണ്ഡ